ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വേണ്ടത് കൃത്യമായ ഉത്തരമാണ്. ഇന്ന് നമുക്ക് തെളിവുകളാണ് വേണ്ടത്. ഏതൊരു വിഷയം പറയുമ്പോഴും എന്തുകൊണ്ട് പണ്ടത്തെ പോലെ എന്തുരുട്ടി തന്നാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. മനുഷ്യന് എന്തുകൊണ്ട് എന്ന് അറിയാനുള്ള ജിജ്ഞാസയും അതുപോലെ അവനിൽ ഒരു അന്തർലീനമായിട്ടുള്ള ഒരു അന്വേഷണ ത്വരയുമുണ്ട്. ഏതൊരു കാര്യം കേൾക്കുമ്പോഴും എന്തുകൊണ്ട് അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് മനുഷ്യന്. അതുകൊണ്ട് അവനിൽ ചോദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർ ഉത്തരമില്ലാത്തവരാണ്. അവർക്ക് അവരെന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് അവർക്ക് തൃപ്തകരമായ രൂപത്തിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് പ്രകോപിതരാകുന്നത്. കേസിനും വഴക്കിനും പോയിട്ട് ഒരു കാര്യവുമില്ല, അപ്പോഴും ഈ ചോദ്യം ഈ ലോകത്ത് ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. വ്യത്യസ്തമായ ഭാഷകളിൽ, വ്യത്യസ്തമായ നാടുകളിൽ, വ്യത്യസ്തമായ ആളുകളിലൂടെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്? ഇസ്ലാമിന് അതിന് ഉത്തരം നൽകിയേ മതിയാകൂ, ഇന്നല്ലെങ്കിൽ നാളെ. ഇത് കാലാകാലങ്ങളായി മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉഡായിപ്പിലൂടെ ഒരു മറുപടി പറഞ്ഞ് ഇത്രയും കാലം പിടിച്ചു നിന്നെങ്കിൽ ഇനി അതിന് സാധ്യമല്ല എന്ന് തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരെ അടക്കുന്നതിനു വേണ്ടി, അവരെ ഉന്മൂലനം ചെയ്യാൻ ഭീഷണിപ്പെടുത്തലും കേസും വഴക്കും കൊള്ളയും കൊലയും പിടിച്ചുപറിയും ഒറ്റപ്പെടുത്തലും ഒക്കെ ആയി പോയാൽ രക്ഷയില്ല. ചിലപ്പോൾ അവരൊരു ജോലി തുടങ്ങിയാല്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയാൽ എന്റെ എത്ര എണ്ണം പൊട്ടിച്ചു, അപ്പൊ എത്ര എണ്ണം തുടങ്ങിയാലും അത് പൂട്ടിച്ചു എന്ന് കരുതി വിമർശനം അവസാനിക്കുകയേ ഇല്ല. എത്ര വീടുകൾ മാറ്റി, വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിത്തിരുക്കി എത്ര കാലം ഇങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ സംരക്ഷിക്കും? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഉത്തരം വേണം. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വിശദീകരണങ്ങൾ വേണം. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. സത്യസന്ധമായിരിക്കണം, പ്രാമാണികമായിരിക്കണം, യാഥാർത്ഥ്യമായിരിക്കണം, അടിസ്ഥാന വിരുദ്ധമാകരുത്. ഇതൊക്കെ മാത്രമേ നമ്മളും ചോദിക്കുന്നുള്ളൂ. ഒരു ചോദ്യം നമ്മൾ അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ നമുക്കെതിരെയുള്ള 4 തരത്തിലുള്ള അപഹാസ്യങ്ങളും വ്യക്തിഹത്യകളും അല്ല വേണ്ടത്. അതുകൊണ്ടാണ് കൂടുതൽ യുക്തിവാദികൾ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. അവർക്ക് തൃപ്തകരമായ രൂപത്തിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ ഉത്തരം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചോദ്യങ്ങൾ വർദ്ധിക്കും. നമ്മുടെ റൂമില് 256 പേരെ കാണിക്കുന്നുണ്ട്. ആ 206 പേരുടെയും വെച്ച് മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ മഹാനവനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ പ്രവർത്തികൾ ഈ ആധുനിക സമൂഹത്തിനൊരു മാതൃകയാണ്. ഞങ്ങൾ അധികം ഒന്നും പറയുന്നില്ല. ഒരു 10 മാതൃകകളെ കുറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാം അങ്ങനെ ഒരു മാതൃക ഇല്ല എന്ന്. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഇന്നത്തെ കാലത്തിന് മാതൃകാ യോഗ്യനല്ല എന്നുള്ള ഒറ്റ ടൈറ്റിൽ അത് പ്രൂവ് ചെയ്തുകൊണ്ട് താങ്കൾ പറഞ്ഞ ഡിബേറ്റ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അനിൽ പാസ്റ്ററെ ഞാൻ നേരിട്ട് അറിയിക്കുന്നു. അനിൽ പാസ്റ്ററെ, നമ്മൾ സംസാരിച്ചതുപോലെ നിങ്ങൾ വിഷയം പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. കാര്യം ഞാനങ്ങ് പറയാം. അനിൽ പാസ്റ്റർ സാർ എന്തെങ്കിലും മെസ്സേജ് അയക്കും. സാറ് തിരക്കായതുകൊണ്ട് സാറ് കാണിയല്ല. അനിൽ പാസ്റ്റർ തോറ്റോടി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഞാനിവിടെ ഇരിപ്പുണ്ട്, ടോപ്പ് മാസ്റ്റർ ഇവിടെ അജീഷ് ഇരിപ്പുണ്ട്, ഇവിടെ ബൈക്ക് ഇരിപ്പുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് പ്രത്യേകിച്ച് മെയിൻ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവര് ചോദിക്കുന്നു, പ്രവാചകന്റെ 10 മഹോന്നത തത്വങ്ങളൊന്ന് പറയണം. പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണെങ്കിൽ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന 10 മാതൃകകൾ മാത്രമാണ് അവര് ചോദിക്കുന്നത്. എന്താണ്? കുറച്ച് അടിച്ചു കളയാണ് ഞാൻ. ായ ബുഖാരി വളരെ വ്യക്തമായി എഴുതി വെക്കുമ്പോഴാണ് അബ്ദുൽ നാസർ മീരാൻ ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മോഡറേറ്ററോട് പറയാനുള്ളത്, ഇദ്ദേഹം ബുഖാരിയേക്കാൾ വലിയ പണ്ഡിതനെന്ന് വളരെ സൗഹൃദത്തോടുകൂടി അദ്ദേഹം 51:05 ഞാൻ ടോസ്റ്റ് മാസ്റ്റർ ഞാനും തന്നെ വായിക്കാനല്ല നമിച്ചു നിങ്ങളെ. കൊടുത്തരം പ്രവരെ പാസെ ബുഖാരി ബുക്ക് നമ്പർ 51 ബുക്ക് നമ്മൾ അങ്ങനെ ഇംഗ്ലീഷ് റഫറൻസ് പറയുകയാണെങ്കിൽ
ഇംഗ്ലീഷ് റഫറൻസ് എടുത്താൽ ബുക്ക് 67 ഹദീസ് 43, ബുക്ക് 67 ഹദീസ് 43, നമ്പർ 5105. അതെടുത്താൽ മതി. പോയോ? അബ്ദുൽ നാസർ പോയോ? പുള്ളിക്കാരൻ പോയോ? പോകും ചിലപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് തുടക്കം മുതൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അല്ല ഏവൻ ബ്രദറെ, ഈ ഒരു കാര്യം അപ്പം ഇപ്പൊ ജെയ്സ് ബ്രദർ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ. ഇപ്പം അമ്മയും മകളും കൂടെ ഒന്ന് അമ്മ കല്യാണം കഴിച്ചതിന്റെ പേരിൽ മകളും ഉണ്ട്, ഒരു 10-15. ഒരു ഹദീസ് വായിച്ചോളൂ. ഞാൻ എന്നിട്ട് അബ്ദുൽ നാസർ സാഹിബിലേക്ക് ആവശ്യത്തിന് സമയം തരാം. ഞാൻ അത് അടുത്തതായിട്ട് വരാം. ഹദീസ് റഫറൻസ് നമ്പർ സഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 5105, ബുക്ക് റഫറൻസ് ബുക്ക് 67 ഹദീസ് 43. ബുഖാരി 5105, ബുക്ക് 67 ഹദീസ് 43. ഒരു മുസ്ലിം പുരുഷൻ അവന്റെ അമ്മായിയമ്മയെ ഭോഗിച്ചാൽ അതിന്റെ പേരിൽ അവരുടെ മകളുമായുള്ള വിവാഹബന്ധം ഒഴിവാക്കില്ല. ഒരു മുസ്ലിം പുരുഷൻ, ഇബ്നു അബ്ബാസ് നിവേദനം, ഒരു മുസ്ലിം പുരുഷൻ അവന്റെ അമ്മായിയമ്മയെ ഭോഗിച്ചാൽ അതിന്റെ പേരിൽ അവരുടെ മകളുമായുള്ള വിവാഹബന്ധം ഒഴിവാകില്ല എന്ന് ഇബ്നു അബ്ബാസ്, അതായത് ഇംഗ്ലീഷ് വായിച്ചാൽ ഇൻ അബ്ബാസ് സൈഡ് ഈ സംബടി കുറെ ഉണ്ട് കേട്ടോ. ഈ സംബടി കമ്മിറ്റ്സ് ഇല്ലീഗൽ സെക്സ് ഇന്റർകോഴ്സ് വിത്ത് ഹിസ് വൈഫ് സിസ്റ്റർ, ഹിസ് വൈഫ് ഡസ് നോട്ട് ബിക്കം, അതായത് ആദ്യം മുതലായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ അവന്റെ ഭാര്യ സഹോദരിയെ ഭോഗിച്ചാൽ അതിന്റെ പേരിൽ ആ വിവാഹം ഒഴിവാകില്ല. അതായത് ഭാര്യയുടെ സഹോദരിയെ വേണേ ഭോഗിക്കാം, അനിയത്തെയും ചേട്ടത്തെയും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. 2, ഒരു മുസ്ലിം പുരുഷൻ ഒരു ബാലനുമായി പ്രകൃതിവിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെട്ടാൽ ആ ബാലന്റെ മാതാവിനെ അയാൾക്ക് വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടില്ല. അത് ഭാഗ്യമുണ്ടോ. അടുത്തത്, ഒരു മുസ്ലിം പുരുഷൻ അവന്റെ അമ്മായിയമ്മയെ ഭോഗിച്ചാൽ അതിന്റെ പേരിൽ അവരുടെ മകളുമായുള്ള വിവാഹം ഒഴിവാകില്ല എന്ന് ഇസ്ലാമിലെ 2ാം പ്രാമാണികനായ ബുഖാരി വളരെ വ്യക്തമായി എഴുതി വെക്കുമ്പോഴാണ് അബ്ദുൽ നാസർ മീരാൻ ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതില് ഒരു വളച്ചുകെട്ടലോ കാട്ടിക്കൂട്ടലോ അതല്ലെങ്കിൽ മുറിച്ചു മാറ്റലോ ദുർവ്യാഖ്യാനം ചെയ്യലോ ഒന്നുമില്ല, വളരെ വ്യക്തമാണ്. ആ പ്രമാണത്തിൽ ഇവര് പറയുന്ന റഫറൻസ് അടക്കം ഇവര് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അതില്ലെങ്കിൽ മാത്രമാണ് നമുക്കൊരു കേസിന് പോകാൻ പറ്റുക, അല്ലെങ്കിൽ നാറും. മൊത്തത്തിലേ നാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോ സഹോദരിമാരെ മാറി മാറി ഉപയോഗിക്കാം, കുഴപ്പമില്ല. മകനെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കാം, പ്രശ്നമില്ല. എന്നാല് അവന്റെ ഉമ്മയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. അമ്മായിയമ്മയുമായി ഭോഗിക്കാം, കുഴപ്പമില്ല. ഇത് ചുരുക്കത്തില് ഈ മതം ഭോഗമാണ് പഠിപ്പിക്കുന്നത് എന്ന് പബ്ലിക്കിൽ പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് അവരത് പറയാതെ ഇത്രയും കാലവും അടക്കിയും ഒതുക്കിയും വെച്ചിരുന്ന പ്രമാണ സംഹിതകള് ഈ ക്രിസ്ത്യാനികളും എക്സ് മുസ്ലിങ്ങളും അതുപോലെ യുക്തിവാദികളും ഒക്കെ തുറന്ന് പുറത്തിട്ടാൽ സഹിഷ്ണുതയോടുകൂടി അവർ നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ജയിലറകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ജയിലിൽ പോയാലും ഈ ഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ച വിശ്വാസികൾക്ക് നാണക്കേടില്ല. അതല്ലേ ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചിരിക്കുന്നത്.